പിന്നെയും സുന്ദരിയായോടി എന്ന് റോയ് പറഞ്ഞതും കുറുമ്പോടെ കണ്ണാടി മാറ്റി വെച്ചു ലച്ചു. മെല്ലെ വന്നു ചേർത്ത് പിടിച്ചവൻ അവളുടെ പിൻകഴുത്തിൽ മുത്തുമ്പോൾ പെണ്ണിന് ഇക്കിളിയായി. ദേ കൊഞ്ചലി ചായ എന്ന് കപടദേഷ്യം കാട്ടി അവൾ കണ്ണുരുട്ടിയപ്പോൾ ഓഹോ എന്നാ നോട്ടം എൻ്റെ പെണ്ണെ എന്നും പറഞ്ഞ് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അവൻ്റെ കൈക്കുള്ളിലിരുന്ന് ഒന്ന് കുറുകി പെണ്ണ്. സത്യായും ഞാനിപ്പോൾ സുന്ദരിയാണോ ഇച്ച? സ്നേഹം അത്രമേൽ അധികരിക്കുമ്പോൾ അവൾ വിളിക്കുന്ന വാക്കാണത് ഇച്ച എന്ന് കേൾക്കാൻ ഏറെ കൊതിയുണ്ടെങ്കിലും റോയി അവളെ കൊണ്ടത് മനഃപൂർവ്വം വിളിപ്പിക്കാറില്ല. അവളെ സ്നേഹം കൂടുമ്പോൾ സ്വമനസാലെ വിളിക്കുമ്പോൾ കേൾക്കാനായി റോയിക്ക് ഇഷ്ടം. ചെവി പോയോ എന്നവൾ ഒന്നുകൂടി ചോദിച്ചപ്പോഴാണ് റോയ് ഉണർന്നത്. എന്നാ എൻ്റെ കൊച്ചിനറിയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കുന്തം എന്ന് പറഞ്ഞ പെണ്ണ് മുഖം വീർപ്പിച്ചു. പറയടി, ഞാൻ എപ്പോഴേക്കും എങ്ങോ പോയി അതാ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കുഞ്ഞുങ്ങളെ പോലെ ചിണുങ്ങി അവൾ ചോദിച്ചു, എന്നെ കാണാൻ ഭംഗിയുണ്ടോ ഇച്ചാന്ന്? എൻ്റെ കൊച്ചു സുന്ദരിയാ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. കണ്ണു തുടക്കടി, ഇത് മാത്രം കൊച്ചിൻ്റെ ഇച്ചായന് താങ്ങാൻ മേലടി എന്ന് പറഞ്ഞപ്പോൾ അവൾ കണ്ണു തുറച്ചൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. മാറ്റിവെച്ച കണ്ണാടി എടുത്ത് മുഖം ഒന്നുകൂടി നോക്കി. ഇടതൂർന്ന് പിന്നീട്ട് ആ മുടി ഇത്തിരി കൂടി ബാക്കിയില്ല. എല്ലാം കൊഴിഞ്ഞു പോയിരിക്കുന്നു. വാരട്ടെഴുതിയ കണ്ണുകൾ കറുപ്പ് വന്ന് മൂടിയിരിക്കുന്നു. മേലെ അവളുടെ നെഞ്ചിലേക്ക് അവളുടെ കൈകൾ നീണ്ടു. യൗവനം മനോഹരമാക്കേണ്ട മാരടങ്ങൾ തന്നിൽ നിന്ന് മുറിച്ച് നീക്കപ്പെട്ടിരിക്കുന്നു. മേലിഞ്ഞുണങ്ങി ആകെ വല്ലാത്ത കോലം. ഇതാണോ ഭംഗിയുണ്ടെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ച പെണ്ണിന്റെ കയ്യിൽ നിന്നും കണ്ണാടി പയ്യെ വാങ്ങി അയാൾ. തൻ്റെ നെഞ്ചിലേക്ക് അവളെ ചാരിയിരുത്തി മെല്ലെ കണ്ണാടി അവളുടെ മുന്നിലേക്ക് നീട്ടി. അന്ന് അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങിയ ആ കുറുമ്പി പെണ്ണ് തന്നെയല്ലേടി ഇത്? നീ നോക്ക് എന്ന് പറയുന്ന ഇച്ചായനെ പെണ്ണൊന്ന് തിരിഞ്ഞു നോക്കി. ആ കണ്ണിലെ പൂത്തിരി പോലത്തെ തെളിച്ചം കണ്ട് കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾക്ക് ആ പഴയ കുറുമ്പി പെണ്ണിനെ കാണാനായി. ഓർമ്മകൾ മെല്ലെ പുറകിലേക്ക് ഒഴുകി. അന്നേതോ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി വരുമ്പോഴാ അമ്പലത്തിൽ നിന്നും ഇറങ്ങി വരുന്ന തമ്പുരാട്ടി കുട്ടിയെ കണ്ടത്. അവളുടെ ഭംഗി കണ്ട് വായും പൊളിച്ചു നിന്നുപോയി. തിരിഞ്ഞു പോക്കാതെ പോകുന്നവളെ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നോക്കി. മനസ്സിൽ നിന്നും പോവാത്തോണ്ട് അവളെ അന്വേഷിച്ചിറങ്ങിയത്. അടുത്തുള്ള ക്ഷയിച്ച ഇല്ലത്തെ കുട്ടിയാണെന്നറിഞ്ഞു. പേര് ശ്രീലക്ഷ്മി എന്നും. ഇഷ്ടം തിരിച്ചു പറയിക്കാൻ കുറെ പുറകെ നടക്കേണ്ടി വന്നു. ഒടുവിൽ അവൾക്കും ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ ലോകം കീഴടക്കിയ പോലെയായിരുന്നു. രണ്ടു സമുദായം. എതിർപ്പുകൾ ഏറെ ഉണ്ടായി. പക്ഷെ എല്ലാത്തിനെയും തരണം ചെയ്യാൻ മാത്രം ശക്തമായിരുന്നു അവർക്കിടയിലുള്ള പ്രണയം. ആദ്യ സന്തോഷത്തിന്റെ നാളുകൾക്ക് ശേഷം കാത്തിരുന്നത് കണ്ണീരായിരുന്നു. അവളുടെ മാർഗങ്ങളിൽ എന്തോ വ്യത്യാസം പോലെ അവൾക്ക് തോന്നി. ആദ്യം കാര്യമാക്കിയില്ലെങ്കിലും പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മാമോഗ്രാം ചെയ്തപ്പോൾ അത് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. ഒരെണ്ണം എടുത്ത് കളഞ്ഞപ്പോഴേക്കും അടുത്തതിനെയും ബാധിച്ചിരുന്നു. അതും എടുത്ത് കളഞ്ഞിരുന്നു. ചികിത്സ സമയത്ത് റോയി അവൻ്റെ ലച്ചുവിൻ്റെ കൂടെ നിന്നു. അവളുടെ ശക്തിയായി അവർ ഒരുമിച്ച് ക്യാൻസർ എന്ന ശത്രുവിനെ നേരിട്ടു. ഒടുവിൽ അത് സ്നേഹത്തിന് മുന്നിൽ ശത്രു മുട്ടുമടക്കി. ഇന്ന് ഡോക്ടറുമായി അവസാന കൂടിക്കാഴ്ചയായിരുന്നു ലച്ചുവിന്. ഇനിയൊരു കുഴപ്പമില്ല, മറ്റാരെയും പോലെ സാധാരണ ജീവിതം നയിക്കാൻ ശ്രീലക്ഷ്മിക്ക് എന്ന് പറഞ്ഞപ്പോൾ സ്വർഗം കീഴടക്കിയ പോലെ ആയിരുന്നു ഇരുവർക്കും. തിരികെ പോരുമ്പോൾ അവളുടെ കൈ അവൻ മുറുക്കി പിടിച്ചിരുന്നു. കാറിലിരുന്ന് എന്തോ ചിന്തിച്ചു കൂട്ടുന്നവളോട് താനിതെവിടെയാടോ എന്ന് ചോദിച്ചു റോയ്. ഇച്ഛ നമുക്ക് കുഞ്ഞുണ്ടായാൽ എന്ന് പറഞ്ഞ് പാതിയിൽ നിർത്തിയവളോട് ഉണ്ടായാലെന്താ എന്ന് ചോദിച്ചു അവളുടെ ഇച്ഛൻ. ഒന്ന് പാല് കൊടുക്കാൻ പോലും. എടോ, ഈ പാല് കൊടുക്കാതെയും എന്തിന് പ്രസവിക്കാതെ പോലെയും ഒരു സ്ത്രീ അമ്മയാവും. മനസ്സുകൊണ്ട് സ്ത്രീക്ക് മാത്രം കിട്ടിയ ദൈവദത്തമായ കഴിവാണത്. താൻ ചുമ്മാ ഓരോന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞതും അവളും മിണ്ടാതെ അവൻ്റെ തോളിൽ തല ചായച്ചു കിടന്നു. അയാൾക്ക് അയാളുടെ വാക്കുകൾ അവളുടെ ആദികൾ അത്രയും മാറ്റാനുള്ള കഴിവുണ്ടായിരുന്നു. പ്രതീക്ഷകൾക്ക് നാമ്പിടാനുള്ള കഴിവുണ്ടായിരുന്നു. 1.5 വർഷത്തിനപ്പുറം ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തപ്പോൾ അവൾ അറിഞ്ഞിരുന്നു യഥാർത്ഥ മാതൃത്വം എന്തെന്ന്. അതൊരു വല്ലാത്ത അവസ്ഥയാണെന്ന്. ഓരോ പരാധീനതകൾ വരുമ്പോഴും തളരുകയല്ല, മറിച്ച് അവയെല്ലാം തരണം ചെയ്ത് തൻ്റെ കുഞ്ഞിന് വേണ്ടി മുന്നേറലാണെന്ന്. പാലൂട്ടാൻ കഴിയാഞ്ഞിട്ടും അവളോളം മാതൃത്വം ആരാലും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. എല്ലാത്തിനും അവളുടെ ഇച്ഛൻ്റെ സപ്പോർട്ട് കൂടി ആയപ്പോൾ അവളെന്ന പെണ്ണിന് പുതിയ മാനങ്ങൾ വന്നു ചേർന്നിരുന്നു. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്